സമീപകാലത്ത് ഓസ്ട്രേലിയ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ തോറ്റിട്ടുള്ളത് ആരോടാണെന്ന് ചോദിച്ചാൽ ഉത്തരം ഒന്നേ ഉള്ളൂ. അത് ഇന്ത്യയോടാണ്. ജോഷ് ഹേസൽവുഡിൻ്റെ പന്തിൽ വിരാട് 0-ന് പുറത്തായ നിമിഷം ഓസ്ട്രേലിയക്കാർ കുറച്ച് കൂടുതൽ ചിരിച്ചോ എന്ന സംശയമുണ്ട്. കാരണം പിന്നെ ഒരു മണിക്കൂർ നേരം അവർ ചിരിച്ചു കണ്ടിട്ടില്ല. അവരുടെ ചിരി മായ്ച്ചത് മറ്റാരുമല്ല, ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് തന്നെ. ഓസ്ട്രേലിയയുടെ ഇടങ്കയൻ യോർക്കർ സ്റ്റാർ എന്ന് വിളിക്കുന്ന മിച്ചൽ സ്റ്റാർക്ക് പന്തെറിയാൻ നിൽക്കുമ്പോൾ കോഹ്ലി പുറത്തായതിൻ്റെ ക്ഷീണം രോഹിത്തിനുണ്ടായിരുന്നില്ല. ഏകദിന ലോകകപ്പിൽ ഫൈനലിൽ തോറ്റതിൻ്റെ ക്ഷീണം ഇത്രയും കാലം രോഹിത് മനസ്സിൽ കൊണ്ടു നടക്കുകയായിരുന്നു എന്ന് വ്യക്തം. മൂന്നാമത്തെ ഓവറിലെ ആദ്യ പന്ത് ഫുൾ ലെങ്തിൽ ഔട്ട്സൈഡ് ഓഫ് ഡെലിവറി. രോഹിത് കവറിന് മുകളിലൂടെ അത് അതിർത്തി കടത്തി. 6 റൺസ്. മൂന്നാമത്തെ ഓവറിലെ രണ്ടാമത്തെ പന്ത് വീണ്ടും സ്റ്റാർക്കിൻ്റെ ഫുൾ ലെങ്ത് ഡെലിവറി. ഇത്തവണ അല്പം വൈഡായി അടിക്കാൻ തയ്യാറാണ് താൻ നിൽക്കുന്നതെന്ന് ഈ പന്തിലെ കവർ പോയിൻ്റ് മുകളിലൂടെയുള്ള 6-ലൂടെ രോഹിത് പറഞ്ഞു കഴിഞ്ഞു. ഇത്തവണ കാണികളും TV സ്ക്രീനിൽ മുന്നിൽ നിന്നവരും കണ്ണെടുക്കാതെ രോഹിത്തിലേക്ക് നോക്കുന്നു. എന്തോ കാര്യമായി സംഭവിക്കുമെന്ന് എല്ലാവരും ഉറപ്പിച്ചു. പക്ഷേ സ്റ്റാർക്കിനെ തൂക്കുന്ന സീൻ രോഹിത് തലേന്ന് രാത്രി സ്വപ്നം കണ്ട് ഉറപ്പിച്ചു വന്നതാണ്. മൂന്നാമത്തെ ഡെലിവറി ലെങ്ത് ഡെലിവറി. 6 അടിക്കില്ല എന്ന് പ്രാർത്ഥിച്ച് സ്റ്റാർക്കിൻ്റെ എയർ. സ്റ്റാർക്കിൻ്റെ പ്രാർത്ഥന കേട്ടു. 6 പോയില്ല. പകരം പന്ത് ഗ്രൗണ്ടിലൂടെ മിഡ് ഓൺ ബൗണ്ടറി കടന്നു. ചെറുചിരിയോടെ രോഹിത് പന്തിനെ നോക്കി. അമ്പാനെ, ഇത് സ്റ്റാർക്കാണ്, സൂക്ഷിക്കണമെന്ന മട്ടിൽ പന്തിൻ്റെ തിരിച്ചു നോട്ടം. നീ അപ്പുറത്ത് നിന്ന് പൂരം കാണാൻ ആളെ കൂട്ട് എന്ന മട്ടിൽ രോഹിത് തിരികെ ബാറ്റിംഗ് ക്രീസിൽ. മൂന്നാം പന്തും അടിച്ചു പറത്തിയ രോഹിത്തിന് നാലാം പന്ത് 144 കിലോമീറ്റർ വേഗത്തിൽ വെടിയുണ്ട പോലെ പാഞ്ഞെടുക്കുന്നു. ഔട്ട്സൈഡ് ഓഫിൽ പന്ത്. പക്ഷേ സ്വിംഗ് ഇല്ലാതെ വന്ന പന്ത് രോഹിത്തിനെ ചോദിച്ചു, അടിക്കുന്നില്ലേ ചേട്ടാ? 2 പ്രാവശ്യം അടിക്കും എന്ന് പറഞ്ഞ രോഹിത് ആ പന്തിനെ ലെഗ് സൈഡിന് മുകളിലൂടെ അതിർത്തി കടത്തി. ഓവറിലെ മൂന്നാം 6. അഞ്ചാം പന്ത് കംപ്ലീറ്റ് ബ്ലാക്ക് ഹോൾ ഡെലിവറി ആയിരുന്നു. രോഹിത് പന്തിനെ നോക്കി പറഞ്ഞു, കാലിൽ വീഴുന്നവരെ ഞാൻ തല്ലാറില്ല, നീ അല്പം റെസ്റ്റ് എടുക്കുക. അങ്ങനെ അഞ്ചാം പന്ത് ഡോട്ട് ബോൾ. ആറാം പന്ത് 142 കിലോമീറ്റർ വേഗതയിൽ. പക്ഷേ ഭയം മനസ്സിൽ പിടിമുറുക്കിയ സ്റ്റാർക്കിന് വൈഡ് ലൈൻ കണ്ണിൽപ്പെട്ടില്ലായിരുന്നു. അമ്പയർ വൈഡ് വിധിച്ചു. നീ പോയി ഒന്നുകൂടി എറിയടാ ചക്ക എന്ന മട്ടിൽ രോഹിത് സ്റ്റാർക്കിനെ നോക്കി. അതാ വരുന്നു റീബോൾ. ഫുൾ ടോസിൽ ചേട്ടനെ ഞാൻ ഇതിനു മുമ്പ് ഔട്ടാക്കിയിട്ടുണ്ട് എന്ന മട്ടിൽ അതാ വരുന്നു. പന്ത് ബാറ്റിൽ ടോപ്പ് എഡ്ജ് എടുത്ത് പറഞ്ഞു, ഇനി ഞാൻ പിറകിലേക്ക് പറക്കട്ടെ. ആറാം പന്തും 6. ഇന്ത്യയുടെ സ്കോർ 3 ഓവറിൽ 35 റൺസ്. സ്റ്റാർക്ക് 2 ഓവറിൽ വഴങ്ങിയത് 34 റൺസ്. രോഹിത് ശർമ്മ നേടിയത് 11 പന്തിൽ 34 റൺസ്. ഇനി മൂന്നാമത്തെ ഓവർ എറിയാൻ ഇത്തിരി പുളിക്കും എന്ന് പറഞ്ഞ് സ്റ്റാർക്ക് അങ്ങനെ എയറിലേക്ക് പറന്നുപോയി.